അസ്സലാമു അലൈക്കും. നമ്മൾ ഇന്നത്തെ കുഞ്ഞു വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്നത്തെ നോമ്പ് തുറൻ്റെ വിശേഷങ്ങൾ, നമ്മൾ വീട്ടിലത്തെ വിശേഷങ്ങളല്ല, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല തറവാട്ടിലത്തെ നോമ്പ് തുറൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ അടുത്ത വീഡിയോയിലുള്ളതെന്ന്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ. എന്തായാലും എല്ലാ നോമ്പ് തുറക്കാൻ നല്ല സൂപ്പറായിട്ട് മാഷാ അല്ലാഹ് റാഹത്തായിട്ട് എല്ലാവരും നോമ്പ് തുറന്നിട്ട് സന്തോഷത്തോടും കൂടിയിട്ട് പോയിട്ടാണ്. അതൊരു ഒരു 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 എന്താ പറയുക, നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമാണ് കേട്ടോ. എല്ലാവരും ഒത്തൊരുമിച്ചിട്ടുള്ള ഒരു നോമ്പ് തുറ എന്ന് പറഞ്ഞാൽ പേരക്കുട്ടികളും മക്കളും അമ്മായിമാരും എല്ലാവരും കൂടിയിട്ട് ഒരു സന്തോഷമായിരുന്നു കേട്ടോ. എന്തായാലും ഇനി ഒരുപാട് കാലങ്ങളിൽ ഇങ്ങനെ ഒരുമിച്ചിട്ട് ഒരു നോമ്പ് തുറക്കാനുള്ള ഒരു അവസരം പടച്ചോന് തരട്ടെ അല്ലേ. അതിന് വേണ്ടിയിട്ട് നമുക്ക് എല്ലാവർക്കും ദുആ ചെയ്യാം. അപ്പോൾ ഓരോരുത്തരും ഓരോരോ പണികളാട്ടോ. അതിൻ്റെ ഇടയിൽ ചില ആളുകൾ ഉടായ്പ് നടക്കുന്ന ആളുകളും ഉണ്ട് കേട്ടോ. അപ്പം ഞാനും അമ്മായിമാരൊക്കെ ഇതാ ഒരു പണിയിൽ ഓരോരുത്തരും ഓരോ പണി ഏറ്റെടുത്തിട്ട് അത് ചെയ്യണം കേട്ടോ. അപ്പോൾ പിന്നെ നമുക്ക് അത്ര തിക്കും തിരക്കും ഉണ്ടാവില്ല. പിന്നെ നമ്മളെ ബിരിയാണിയും പിന്നെ ബിരിയാണീൻ്റെ കാര്യങ്ങളും ഇതൊക്കെ നമ്മളെ എളാപ്പായിരുന്നു കേട്ടോ. ഉപ്പാൻ്റെ ചെറിയ അനിയനാട്ടോ ഉണ്ടായിരുന്നത്. അതാണ് ബിരിയാണി വെച്ചതും നമ്മൾ ചിക്കൻ പൊരിക്കണതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എളാപ്പ ഏറ്റെടുത്ത് ഞാൻ അമ്മായിമാരും ഇതാ ഫ്രൂട്ട്സ് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളെ പൊരിച്ച് കടിക്കുള്ള സാധനങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അനിയത്തിയും കൂടെ ഉണ്ട് കേട്ടോ. ഞങ്ങളെല്ലാവരും ഒരുമിച്ചിട്ടാണ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഓരോരുത്തർ ഓരോ പണികൾ ഏറ്റെടുത്തിട്ട് അനിയത്തി അപ്പോൾ എളാപ്പാനെ സഹായിക്കാൻ വേണ്ടി ചിക്കൻ പൊരിക്കാനും, അപ്പോൾ എളാപ്പാക്ക് ഒരാളെ ഹെൽപ്പർ വേണം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അനിയത്തി തന്നെ ഇരുന്നിട്ട് അവിടെ മിക്കവാറും ഉണ്ടായിരുന്നത്. പിന്നെ അതാ വിറകൊക്കെ അവൾ കൊണ്ടുപോയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഓരോരുത്തർ ഓരോ പണികൾ ഏറ്റെടുത്തപ്പോൾ ഞങ്ങൾ നോമ്പ് തുറ നല്ല ഭംഗിയായിട്ട് റാഹത്തായിട്ട് കഴിഞ്ഞിട്ട് ഒരുപാട് ആളുകളും നല്ല സന്തോഷത്തോടെ കുട്ടികളും മക്കളും അവരെ കളിയും ചിരിയും അവരെ കൂടെ നമ്മളും കളികളിൽ ഏർപ്പെട്ട് നോമ്പ് തന്നെ അന്നത്തെ ദിവസം നോമ്പാണെന്ന് എല്ലാവരും മറന്നു പോയിട്ടാ. അത്രയും നമുക്കൊരു ക്ഷീണമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പം നമ്മൾ പൊരിച്ച കടിക്ക് സമൂസ ഉണ്ടാക്കിയും കൂടി ഇരിക്കുകയാണ്. സമൂസയുടെ മസാല രാവിലെ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സമൂസക്ക് എല്ലാ കുട്ടികളും മക്കളും എല്ലാവരും കൂടിയിട്ടാണ് സമൂസ ഇട്ടിട്ട് സമൂസ ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. അപ്പോൾ അതൊക്കെ ഒരു വൈബാണ് കേട്ടോ. അതൊക്കെ എല്ലാവരും കൂടിയിട്ട് അതിലിടയിൽ നമ്മളെ വല്യമ്മ മേൽനോട്ടത്തിന് വന്നിട്ട് ഇതെല്ലാം നോക്കിയിട്ട് വല്യമ്മനെ കൊണ്ട് ചെയ്യുന്ന പണികൾ വല്യമ്മ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആദ്യം തന്നെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ വല്യമ്മ സെറ്റാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഇതാ പിന്നെ എളാപ്പാൻ്റെ മകൻ്റെ ഭാര്യയാണിത്. അവൾ സമൂസൊക്കെ ഇതാ പൊരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഉമ്മ സേമിയ പായസം റെഡിയാക്കി കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിതാ കായ ബജിക്കുള്ള കായ സെറ്റാക്കുന്നുണ്ട് കേട്ടോ. അനിയത്തി അവിടെ ഒക്കെ ഉണ്ട് കേട്ടോ. അവൾ ഓരോ പണികളായിട്ട് അവിടെ ഓടിപ്പാഞ്ഞ് നടക്കുന്നുണ്ട് കേട്ടോ. ഇടയ്ക്ക് ഞങ്ങളുടെ അടുത്തേക്ക് ഇങ്ങോട്ട് വരും, ഇടയ്ക്ക് എളാപ്പാനെ സഹായിക്കാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കളിച്ചിട്ട് അവളാണ് മെയിനായിട്ട് അതിലുണ്ടായിരുന്നത്. എല്ലാ കാര്യത്തിലും ഓടി നടക്കാൻ അവൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ഇതിലാണ് അവൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഓടിപ്പാഞ്ഞ് നടന്നിരുന്നത്. അപ്പോൾ ഞാനിതാ കായ ബജി ഒക്കെ നുറുക്കാനായിട്ട് ഞങ്ങളെല്ലാവരും കായൊക്കെ സെറ്റാക്കി ചേർന്ന് ഞാൻ മാവൊക്കെ നന്നായി അടിച്ച് കൂട്ടി സെറ്റാക്കി കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ എന്തായാലും ഇങ്ങനെ നമ്മൾ നോമ്പ് തുറക്കുമ്പോൾ തന്നെ കുട്ടികളും മക്കളൊക്കെ ഇത് പനീയത്തിൻ്റെ മോളും ഞാനും പിന്നെ എൻ്റെ എളാപ്പാൻ്റെ ചെറിയ മോളും കൂടിയിട്ടാണ് ഇതാ കായ ബജിയൊക്കെ പൊരിക്കാൻ വേണ്ടിയിട്ട് അതിൽ ഉമ്മക്ക് ഇതിൽ മാവിൽ മുക്കിയിട്ട് ഇട്ട് കൊടുക്കേണ്ട എണ്ണയ്ക്ക്. അപ്പോൾ ഉമ്മയാണ് ഇത് പൊരിച്ച് റെഡിയാക്കി കൊണ്ടിരിക്കുന്നത്. ചില ആളുകൾ അവളെ മേൽനോട്ടം വഹിക്കാൻ അവിടെ നിന്ന് നോക്കുന്നുണ്ട്. അവരെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ബാക്കിയുള്ളതൊക്കെ അതാണ് അവരവിടെ നിന്ന് നോക്കുന്നത്. അടുത്ത ഇതാ മുളക് ബജി പൊരിക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നമ്മളെ ചെക്കന്മാരും ന്യൂ ജനറേഷൻ കുറച്ച് ടീമുകളുണ്ട് കേട്ടോ. എളാപ്പാൻ്റെ മക്കളും എളാപ്പാൻ്റെ അനിയൻ്റെ എന്താ പറയുക എളാപ്പാൻ്റെ ആമക്കളും പെമ്മക്കളും എല്ലാവരും കൂടിയിട്ട് മുഹബത്ത് കാ സർബത്ത് ഉണ്ടായിരുന്നു കേട്ടോ. അവരെ കൂടെ അവരെ വക അതായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അവരതുണ്ടാക്കണ തിരക്കിൽ അവരതും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഇതാ നമ്മൾ കുറച്ച് ഉരുളങ്കിഴങ്ങ് പൊരിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും അവിടെ പൊരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ മുഹബത്ത് കാ സർബത്ത് ഉണ്ടാക്കിയാൽ നമുക്ക് നോമ്പ് തുറക്കുന്ന ആൾക്കാർക്കും കിട്ടി. അവിടെ അപ്പോൾ പൂരത്തിൻ്റെ കുറച്ച് ഇത് പോയിരുന്നിട്ടോ രാത്രിയായപ്പോൾ. അപ്പോൾ അവർക്കും കുറച്ച് കൊടുത്തിട്ടോ സർബത്തും പിന്നെ നമ്മൾ വെള്ളം കലക്കിയതൊക്കെ. അപ്പോൾ അവർക്കും നമ്മളെ നോമ്പ് തുറയിൽ പങ്കെടുക്കാൻ പറ്റിയിട്ടാ. ഒരുപാട് ആളുകൾക്ക് അങ്ങനെ വെള്ളം കൊടുക്കാൻ പറ്റി. അതൊക്കെ ഒരു സന്തോഷമാണ് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് അനിയൻ വന്നിട്ട് എളാപ്പാനെ സഹായിക്കാൻ നിന്നപ്പോൾ പിന്നെ അനിയത്തി അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പോൾ എളാപ്പാക്ക് ഒരു ഹെൽപ്പറിനെ കിട്ടിയെന്നുണ്ട്. അപ്പോൾ പിന്നെ അവൾ അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സെറ്റാക്കാൻ വേണ്ടിയിട്ട് അവളും ഇങ്ങോട്ട് പോകുന്നത്. എന്തായാലും മാഷാ അല്ലാഹ് നല്ല സന്തോഷത്തോടു കൂടി റാഹത്തായിട്ട് അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഇത് അമ്മായിയുടെ മോള് വന്നിട്ടുണ്ടായിരുന്നു റയ്യാനത്ത്. അപ്പോൾ അവളാണ് നമ്മളെ ബജി പൊരിക്കാൻ വേണ്ടിയിട്ട് അടുത്തതായിട്ട് ഇരുന്നിട്ടുള്ളത്. എല്ലാവരും ഓരോരുത്തരും ഇങ്ങനെ താഴ്ന്നിട്ടില്ല അടുപ്പിരിക്കണത്. അപ്പോൾ ഇങ്ങനെ നമ്മളിങ്ങനെ താഴ്ന്നിട്ട് ഇരിക്കണം. അപ്പോൾ തണ്ടൽ വേദനയൊക്കെ ഉള്ള ആൾക്കാർ കുറച്ച് നേരം ഇരിക്കും, പിന്നെ അടുത്ത ആളിരിക്കും. അങ്ങനെ മാറി ഇരുന്നിട്ടാണ് പൊരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനിടയ്ക്ക് എൻ്റെ അനിയൻ്റെ ഭാര്യ വന്നിട്ട് മാവിൽ മുക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോഴാണ് റൈമോള് അത് പൊരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനിടയ്ക്ക് നമ്മളെ എളാപ്പ വന്നിട്ട് ഇനി ഉള്ളി വേണം, നമ്മളെ കച്ചമ്പറിക്ക് ഉള്ളി വേണം പറഞ്ഞിട്ട് ഇനി അമ്മായിനെ വിളിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടിയിട്ട് ഉള്ളി റെഡിയാക്കാൻ വേണ്ടിയിട്ട് വീണ്ടും അങ്ങോട്ട് ചെന്നിട്ട് അപ്പോൾ അത് അനിയത്തി അതിൻ്റെ ഇടയ്ക്ക് ഇതാ വെള്ളം കലക്കുന്നിടത്തൊക്കെ വന്നിട്ട് വെള്ളമൊക്കെ കലക്കി സെറ്റാക്കിയിട്ടിട്ടാ. നമ്മളെ എല്ലാവരും കൂടി വെള്ളമൊക്കെ സെറ്റാക്കി റെഡിയാക്കി വെച്ച്
ബിരിയാണിയൊക്കെ ഇതാ സെറ്റായിക്കൊണ്ടിരിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടമായിട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ മക്കളെ. നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഇതിൽ മുന്നോട്ട് പോകാനുള്ളൂ. ഞാൻ പറഞ്ഞതിൽ ചില തെറ്റുകളൊക്കെ ഉണ്ടാവും, അതൊക്കെ നിങ്ങൾ ക്ഷമിക്കണം കേട്ടോ. ഞാൻ ധൃതിയിൽ ഇങ്ങനെ പറയുമ്പോൾ ആയി പോണതാണ് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുട്ടികളെ കൂടെ ചെറിയ ചെറിയ ഗെയിമിലൊക്കെ കളിക്കാൻ കൂടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പന്ത് കളിക്കണ്ടായിരുന്നു കുട്ടികൾ. അപ്പോൾ ഞാൻ അവർ കളിക്കാൻ കൂടാൻ വേണ്ടി പറഞ്ഞപ്പോൾ ഞാൻ അവരെ കൂടെ കുറച്ച് നേരം കളിക്കാനൊക്കെ നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ബിരിയാണിക്കുള്ള അണ്ടി മുന്തിരിയൊക്കെ ഇതാ പൊരിച്ചു കൊണ്ടുപോയിട്ട് അതിൻ്റെ ഇടയ്ക്ക് ഇതാ റൈമോളിതാ ഉള്ളി പൊരിച്ചുകൊണ്ടിരിക്കുന്നു കേട്ടോ. ഇതൊക്കെ ഏളാപ്പ ഞങ്ങളെ ഏൽപ്പിച്ചതാണ് കേട്ടോ. നിങ്ങൾ അതിനിടയ്ക്ക് നമ്മളെ എൻ്റെ അനിയത്തിക്ക് 8ൻ്റെ ഒരു പണി കിട്ടിയിട്ട് ഉരുളിയും ചെമ്പും പാത്രമൊക്കെ കഴുകൽ ഓളും അമ്മായും കൂടി ഏറ്റെടുത്തിട്ടാ. അപ്പോൾ അത് അവൾ കഴുകിക്കൊണ്ടിരിക്കുക. അതിൻ്റെ ഇടയ്ക്ക് അതിൻ്റെ മുന്നേ ബിരിയാണി ചെമ്പും കാര്യങ്ങളൊക്കെ ഞാൻ കഴുകിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ഇത് ചെയ്തോന്ന് പറഞ്ഞപ്പോൾ ഓളായി ചെയ്യാൻ കേട്ടോ. അങ്ങനെയല്ല അതാ നമുക്ക് വിളമ്പാനുള്ള പാത്രങ്ങളും ഒക്കെ റെഡിയാക്കി കഴുകി സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്തായാലും ചെറിയ ഒരമ്മായിക്ക് വരാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഒരമ്മായി വയ്യാതിരിക്കുകയാണ്. പിന്നെ ഒരമ്മായിയുടെ മോള് ഗർഭിണിയാണ്. അപ്പോൾ അവൾ വീട്ടിലായതുകൊണ്ട് അമ്മായി അവിടെ തന്നെ. പിന്നെ വേറൊരു അമ്മായിയുടെ പേരക്കുട്ടിക്ക് വയ്യാത്ത കാരണം ആ അമ്മായി വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അവരുടെ മക്കളും എല്ലാവരും ബാക്കിയുള്ള എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് എന്തായാലും നമ്മൾ അടുത്ത നോമ്പ് തുറ വരുമ്പോൾ എല്ലാവർക്കും ഒരുമിച്ച് പങ്കെടുക്കാനുള്ള അവസരം പടച്ചോൻ കൊടുക്കട്ടെ. എല്ലാവരും ദുആ ചെയ്യണം കേട്ടോ. അപ്പം ഞാനും മക്കളും പന്ത് കളിക്കണ ഒരു രംഗമാണ് ഈ കാണുന്നത് കേട്ടോ. ഇപ്പോൾ സമയം ഒരു 5:30 ആയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ അവരെ കൂടെ കുറച്ച് നേരം കളിക്കാനൊക്കെ നിന്ന്. അപ്പോൾ ഇതാ എളാപ്പിയും നമ്മളെ റസാക്കും എൻ്റെ അമ്മായിയുടെ മോനാണ് കേട്ടോ റസാക്ക്. നിങ്ങൾ യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്, അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ പ്രിയ റസാക്ക് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അവനൊക്കെ ഉണ്ട്. അവരെല്ലാവരും കൂടിയിട്ട് ഇതാ നമ്മളെ സാലഡിൽക്കും പിന്നെ നമ്മളെ ഫ്രൂട്ട്സൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തുകൊണ്ടിരിക്കേണ്ട. അതിൻ്റെ ഇടയിൽ ചില ആളുകൾക്ക് നോമ്പില്ല, അവർ നോമ്പ് ഇറക്കണമുണ്ട് കേട്ടോ. അങ്ങനെയൊക്കെയാണ് നമ്മളെ കാര്യങ്ങൾ. അപ്പോൾ കുട്ടികളൊക്കെ കളിച്ച് അവർക്ക് മതിയായി. അപ്പം മതിയായൊക്കെ കണ്ടപ്പോൾ ഒരു 6 മണിയൊക്കെ ആയപ്പോൾ എന്ത് ചെയ്ത് നമ്മൾ എല്ലാവരും മുറ്റത്ത് അതുപോലെ ഷീറ്റ് ഇട്ടിട്ട് അതിലാണ് എല്ലാവരും നിരത്തിയിട്ടുള്ള ഇരുന്നിട്ടാണ് നോമ്പ് തുറക്കുന്നത്. അകത്തുള്ള പരിപാടിയും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അതാണ് ഏറ്റവും ഇഷ്ടമായത് എനിക്ക്. എല്ലാവരും കൂടിയിട്ട് ഒരുമിച്ച് നീളത്തിൽ. മറ്റേതെന്താ പിന്നെ കുറച്ച് ആൾക്കാർ അവിടെ കുറച്ച് ആൾക്കാർ ഇവിടെ, ആ ഒരു രസമില്ല. അപ്പോൾ എല്ലാവരും ഒരുമിച്ചിട്ടാണ് ഞങ്ങൾ നോമ്പ് തുറക്കായിരുന്നത്. അതിന് മുന്നേ തന്നെ എല്ലാം സെറ്റാക്കി വെച്ച്. അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ ഒരു രസമാണല്ലോ. എല്ലാ പേരക്കുട്ടികളുണ്ടാവും. ഇതൊക്കെ ഇപ്പോൾ എന്താ പറയുക, എളാപ്പാൻ്റെ മക്കളും അമ്മായിയുടെ മക്കളൊക്കെ ആയിട്ട് ഈ ആൺകുട്ടികളൊക്കെ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ എൻ്റെ റബി മോന്, എൻ്റെ അനിയത്തിൻ്റെ മോനായിട്ടത്. അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മളെ വിശേഷങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. എന്തായാലും നിങ്ങളെല്ലാവരുടെ വീട്ടിലും ഇതുപോലെ നോമ്പ് തുറയും ഒക്കെ ഉണ്ടായിട്ടുണ്ടാവും. പക്ഷെ നമ്മുടെ തറവാട്ടിലത്തെ നോമ്പ് തുറ എന്ന് പറഞ്ഞാൽ ഒരു സ്പെഷ്യലാണ് അല്ലേ. അതാണ് ഞാൻ വീഡിയോയിൽ വീണ്ടും ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മുഹബത്ത് സർബത്ത് ഇതാ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ടൈസൊക്കെ അത് അവർ തച്ചുടച്ചിട്ട് ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് എന്താ പറയുക, നോമ്പ് തുറന്നിട്ടുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ ഞാൻ ഒരു വലിയൊരു കപ്പ് വെള്ളം കുടിച്ചു. എനിക്ക് സർബത്തും കാര്യങ്ങളൊന്നും എനിക്ക് കുടിക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ വയറ് ഫുള്ളായിട്ടുണ്ടായിരുന്നു. കപ്പ് വെള്ളം കുടിച്ചപ്പോൾ തന്നെ ഫുള്ളായിട്ട്. അപ്പോൾ റസാക്ക് വന്നിട്ട് പറയാൻ കേട്ടോ, അവനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞതാണ്. അത് റസാക്കിൻ്റെ അനിയനാണ് അമീർ കേട്ടോ. പിന്നെ നമ്മൾ ഷാക്കിർ കാക്കൻ്റെ എളാപ്പാൻ്റെ മോനാണ് കേട്ടോ ഷാക്കിർ. അപ്പോൾ അവന് വന്നിട്ട് അവനാണ് നമ്മൾ ലൈറ്റും കാര്യങ്ങളും ചെമ്പും മാത്രമേ പന്തലിൻ്റെ വർക്കാണ്. ദോസ്ത് പന്തൽ എന്നുള്ള ഒരു ഇതാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പം അതിൻ്റെ സാധനങ്ങളൊക്കെ അവനാണ് ഒക്കെ സെറ്റാക്കി തന്നിട്ട്. എന്തായാലും എല്ലാവരും ഒത്തൊരുമിച്ചിട്ട് ഞങ്ങളെല്ലാവരും ഞങ്ങളെ നോമ്പ് തുറയായിരുന്നു കേട്ടോ. അത് ഞങ്ങളെ പേരക്കുട്ടികളെല്ലാവരും സംഘടിപ്പിച്ച ഒരു നോമ്പ് തുറയായിരുന്നു. അതുകൊണ്ട് മാഷാ അല്ലാഹ് എല്ലാം നല്ല റാഹത്തായിട്ട് കഴിഞ്ഞ്. എന്തായാലും അനിയത്തിയായിരുന്നു കേട്ടോ എൻ്റെ എല്ലാത്തിനും ഓടിച്ചാടി പാഞ്ഞ് നടന്നിരുന്നത്. അവളാണ് ഇപ്പോൾ ഇതൊരു നോമ്പ് തുറ അങ്ങനെ സെറ്റാക്കിയത് കേട്ടോ. ഇങ്ങനെ നമുക്ക് എല്ലാവർക്കും കൂടിയിട്ട് നോമ്പ് തുറ ഉണ്ടാക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് അവൾ തന്നെയാണ് ഇതെല്ലാവരും കൂടിയിട്ട് ഓൾ തന്നെയാണ് സെറ്റാക്കിയതും കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ ഇതാ എല്ലാ ഫ്രൂട്ട്സും കാര്യങ്ങളും പൊരിച്ച കടിയും ഒക്കെ റെഡിയാക്കി സെറ്റാക്കി വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. സേമിയ പായസം സൂപ്പറായിരുന്നു കേട്ടോ. ഉമ്മ ഉണ്ടാക്കിയതായിരുന്നു, അടിപൊളിയാണ്. മധുരവും കാര്യങ്ങളൊക്കെ. ഞാൻ സേമിയ പായസം ഞാൻ നോമ്പ് തുറന്നാൽ അങ്ങനെ കുടിക്കലില്ല. പക്ഷേ ഞാൻ ഇന്നലെ കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. മധുരവും കാര്യങ്ങളൊക്കെ കറക്റ്റായിരുന്നു. മറ്റേ ഉമ്മ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും കുറച്ച് കുറുകിയിട്ട് ഉണ്ടാക്കില്ല. ഇത് കുറച്ച് ലൂസാക്കി ഉണ്ടാക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ടേസ്റ്റ് ഒന്നും കൂടി കൂടാൻ കാരണം എന്താ, നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് വർത്താനൊക്കെ പറഞ്ഞ് കളിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അതൊക്കെ കഴിക്കുമ്പോൾ ഒരു സന്തോഷമല്ലേ. അതുകൊണ്ടാണ് കേട്ടോ ഒന്നുകൂടി ടേസ്റ്റ് കൂടിയത് എല്ലാത്തിനും. ബിരിയാണി ആയിരുന്നല്ലോ, സൂപ്പറായിരുന്നു. എളാപ്പ ഉണ്ടാക്കിയതായിരുന്നു, പക്ഷേ നല്ല സൂപ്പർ ബിരിയാണിയാണ്. എളാപ്പ ഫുഡൊക്കെ വെക്കുന്ന ആൾ തന്നെയാണ് കേട്ടോ. അപ്പോൾ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നോമ്പ് തുറയും ബിരിയാണിനെല്ലാം ഒക്കെ കഴിഞ്ഞിട്ട് ഇതാ
ഓരോരുത്തരും ഓരോ വീട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ട് അപ്പം ഞാൻ അവിടെ നിന്നിട്ടോ. ഞാൻ ഒരു ദിവസം തറവാട്ടിൽ നിന്നിട്ട് പിറ്റേ ദിവസമാണ് ഞാനും ഉമ്മക്ക് ഇങ്ങോട്ട് രാവിലെ പോകുന്നത് കേട്ടോ. ഇതിപ്പോൾ എല്ലാവരും ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ തിന്നാൻ വേണ്ടി സെറ്റ് ബാങ്ക് കൊടുക്കേണ്ട കാത്തിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. എപ്പോഴാണ് കൊടുക്കുക, ഒരു 5 മിനിറ്റ് മുന്നേ ഞങ്ങളെല്ലാവരും ഇരുന്നിട്ടുണ്ടായിരുന്നു സെറ്റാക്കിയിട്ടാ. അപ്പോൾ അതാ ബാങ്കൊക്കെ കൊടുത്ത് എല്ലാവരും നോമ്പ് തുറക്കുകയാണ് കേട്ടോ. അനിയത്തിയൊക്കെ ഒരു 2 മണി, പുലർച്ചെ 2 മണിയാകുമ്പോൾ അവർ തിരിച്ചു പോകുന്നിട്ടാ. മുത്തു അപ്പോഴാണ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ തിരിച്ചു പോന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ പിന്നെ പിറ്റേ ദിവസം രാവിലെ ഒരു 9 മണിയൊക്കെ ആകുമ്പോൾ ഞങ്ങളും ഇങ്ങോട്ട് തിരിച്ചു പോകുന്നിട്ടാ. അതിൻ്റെ ഇടയ്ക്ക് ഇതാ റബിമോനും അവൻ്റെ എളാപ്പാൻ്റെ മക്കളും അമ്മായിയുടെ മക്കളും എല്ലാവരും കൂടിയിട്ട് ഇതാ കൈ വെച്ചിട്ട് ഇങ്ങനെ ഗുസ്തി നടത്തൂലേ, അത് നടത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് റബിമോൻ ക്ഷീണിച്ചിട്ട് ഓൻ അവിടെ തന്നെ കിടന്നിട്ടാ. ഓനക്ക് ഒരു പുറമേദനയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഓനക്ക് ആ ഒരു ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉള്ള കാരണം അങ്ങനെ. അപ്പോൾ അതാ നമ്മളെ എളാപ്പതാ ബിരിയാണി ദമ്മൊക്കെ പൊട്ടിച്ച് സെറ്റാക്കി, നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ബിരിയാണിയൊക്കെ ദമ്മൊക്കെ പൊട്ടിച്ച് സെറ്റാക്കി കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പൊരിച്ചകടി എല്ലാം തിന്നൽ കഴിഞ്ഞിട്ടാ. ബിരിയാണി സൂപ്പറായിരുന്നു. എന്തായാലും ഒന്നും തികയാതിരുന്നില്ല കേട്ടോ. എല്ലാവർക്കും വീട്ടിൽ കൊണ്ടുപോകാനും അത്താഴത്തേക്ക് കൊണ്ടുപോകാനും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, അമ്മായി വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവർക്കൊക്കെ വീട്ടിലേക്കൊക്കെ കൊടുത്തയച്ച് എല്ലാം തികഞ്ഞിട്ടാണ്. ഒന്നും ആർക്കും കിട്ടിയില്ല, കുറവുണ്ട് അങ്ങനെ എങ്ങനെയാണെന്നുള്ളൊരു പരാതിയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായില്ല. എല്ലാവർക്കും കിട്ടി, കൂടുതലായിരുന്നു. എല്ലാവർക്കും അത്താഴത്തിനൊക്കെ കൊണ്ടുപോകാനും പറ്റിയിട്ടാണ്. അതുകൊണ്ട് എല്ലാവരും നല്ല അതൊരു ഇതല്ല, ഇനി വീട്ടിൽ പോയിട്ട് വെച്ചുണ്ടാക്കണ്ടല്ലോ. ഇത് അപ്പൊക്കെ ഇതാ ഞങ്ങൾ നോമ്പ് തുറക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഇതാ പൂരക്കാർ അവിടെ അയ്യപ്പങ്ങളൊക്കെ എന്തോ ഉണ്ടായിരുന്നിട്ട് റൂട്ടിൽ. അപ്പോൾ അതിൻ്റെ ആൾക്കാർ പോകുമ്പോൾ എന്ത് ചെയ്ത് കുറച്ച് വെള്ളവും കാര്യങ്ങളൊക്കെ ബാക്കി ഉണ്ടായിരുന്നിട്ടാ. അപ്പോൾ സർബത്ത് ഉണ്ടാക്കി കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും അത് നമ്മൾ വെറുതെ വേസ്റ്റാക്കി കളയണ്ടല്ലോ. അപ്പോൾ ആരെങ്കിലും കുടിച്ചാൽ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ അത് നമുക്ക് അതിൻ്റെ കൂലി കിട്ടുമല്ലോ. അപ്പോൾ ആ വെള്ളവും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്ത് മക്കളെല്ലാവരും കൂട്ടിയിട്ട് റോട്ടിൽ അവർക്ക് എല്ലാവർക്കും കൊണ്ടുപോയി കൊടുത്തിട്ട്, അപ്പോൾ അവർക്ക് ആ ഒരു തുള്ളി വെള്ളം കിട്ടുമ്പോൾ അവർക്കൊരു സന്തോഷമാണ് അല്ലേ. അവരാ കുടിച്ചിട്ട് നമ്മളോടുള്ള ഒരു ചെറിയ ഒരു സന്തോഷം, അതന്നെ ഏറ്റവും വലിയ കാര്യമല്ലേ. അപ്പം അതും ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു സന്തോഷമായിട്ട് അത് അവർക്കും കൂടി കൊടുക്കാൻ പറ്റിയല്ലോ എന്നുള്ളൊരു ഇതിൽ എല്ലാവർക്കും അതും സന്തോഷമായി. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മളെ നോമ്പുതുറൻ്റെ വിശേഷങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ഞാൻ ഈ പറയണതിൽ എന്തെങ്കിലും തെറ്റും കുറ്റങ്ങളൊക്കെ ഉണ്ടാവും, എല്ലാം ക്ഷമിക്കുക. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.